കോട്ടയം വേൾഡ് പീസ് കൗൺസിലിൻ്റെ ഇന്ത്യൻ ചാപ്റ്ററായ അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി സംസ്ഥാന ക്യാമ്പ് ജൂലൈ 25-26 തീയതികളിൽ കോട്ടയം തെള്ളകം ചൈതന്യ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഐബ്സോ പ്രസിഡിയം മെമ്പർ ഡോക്ടർ PK ജനാർദ്ദനക്കുറുപ്പ് പതാക ഉയർത്തും. മുൻ മന്ത്രിയും ഐബ്സോ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ MB രാജേഷിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മുൻ മന്ത്രിയും CPI നേതാവുമായ മുല്ലക്കര രത്നാകരൻ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ഐബ്സോ നേതാക്കളായ CP നാരായണൻ, ex-MB അഡ്വക്കേറ്റ് K അനിൽകുമാർ, K ദേവകി, E വേലായുധൻ, ഡോക്ടർ A ജോസ്, ബൈജു വയലത്ത് തുടങ്ങിയവർ സംസാരിക്കും. ഉച്ചകഴിഞ്ഞ് നടക്കുന്ന ക്യാമ്പിൽ ഡോക്ടർ KM സീതി പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്തും. അഡ്വക്കേറ്റ് V ജയപ്രകാശ്, അനിയൻ മാത്യു എന്നിവർ സംസാരിക്കും. ഭാവി പ്രവർത്തന പരിപാടികൾ ഐബ്സോ സംസ്ഥാന സെക്രട്ടറി CR ജോസ് അവതരിപ്പിക്കും. ജൂലൈ 26 രാവിലെ 9:30 നടക്കുന്ന ക്യൂബൻ ഐക്യദാർഢ്യ സമ്മേളനം CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനത്തിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ്, ഡോക്ടർ N രമാകാന്തൻ, അഡ്വക്കേറ്റ് MA ഫ്രാൻസിസ്, ആറ്റിങ്ങൽ സുഗുണൻ, ബാബു ജോസഫ്, അഡ്വക്കേറ്റ് KR ശ്രീനിവാസൻ എന്നിവർ സംസാരിക്കും. ഡോക്ടർ C ഉദയകല ക്യാമ്പ് അവലോകനം നടത്തും. ഇവിടെ വിലവർദ്ധനവ് പോലെ ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർദ്ധനവും നമുക്ക് നേരിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലോകത്തിൻ്റെ സംഘർഷാവസ്ഥ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നത്തെ നമ്മുടെ നാട് എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്താകമാനം വളർന്നു വരുന്ന സമാധാന പ്രസ്ഥാനങ്ങൾ, യുദ്ധത്തിനെതിരായ വലിയ ജനകീയ ഇടപെടലുകൾ, ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ വലിയ സമാധാന റാലി നടക്കുന്നു. ഇസ്രായേൽ ഈ വലിയ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നാട്ടിൽ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഇല്ലാതാക്കാൻ ആയുധം കൊണ്ട് നമുക്ക് നേരിടാൻ നമ്മളെ കൊണ്ടാവില്ല. വലിയ ജനകീയമായ പ്രതിരോധങ്ങൾ ലോകത്ത് വളർന്നു വരണം, നമ്മുടെ നാട്ടിലും ഉണ്ടാകണം. അതിന് വലിയ വിലയുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഐബ്സോ പോലെയുള്ള ലോക സമാധാന പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ ചാപ്റ്ററായ, ഇന്ത്യയിലെ ഘടകമായ ഐബ്സോ പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്. i4E ന്യൂസ്, ഏറ്റുമാനൂർ.